ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോ മാസ്ട്രോ എന്ന വണ്ടി, പഴയ മോഡൽ മാസ്ട്രോ. നിലവിൽ ഓയിൽ തീർന്ന് എൻജിൻ പിടിച്ചാണ് വണ്ടി കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മളതിൻ്റെ എൻജിൻ്റെ ഭാഗം അയച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഈ ഒരു അവസ്ഥ, അതായത് പിസ്റ്റൺ സിലിണ്ടറിനകത്ത് ഉരുകി പിടിച്ചാണ് സിറ്റുവേഷനാണ് നിൽക്കുന്നത് കേട്ടോ. ഈ ഒരു കണ്ടീഷനിലേക്കാണ് പിസ്റ്റണിൻ്റെ അവസ്ഥ. അത് ശരിക്കും സിലിണ്ടറിനകത്തും നല്ല രീതിയിൽ സ്ക്രാച്ചസ് വരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല രീതിയിൽ സ്ക്രാച്ച് ആയിട്ടുണ്ട് സിലിണ്ടറിൻ്റെ ഉൾഭാഗം. അതേപോലെ തന്നെ ഓയിൽ ലെവൽ കുറഞ്ഞോട് ഒട്ടും ഓയിലില്ലാതെ വരുമ്പോൾ വന്ന ഡാമേജാണ് ഒന്ന്. നമുക്ക് ഈ ക്യാം ഷാഫ്റ്റിൻ്റെ 2 ബെയറിങ് നമുക്ക് മാറ്റിയിടണം. അതായത് ഈ ബെയറിങ്ങിന് ഓൾറെഡി പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാറ്റുമ്പോൾ ഈ 2 ബെയറിങ് കൂടിയിട്ട് മാറ്റിയിടുക. ക്യാം ഷാഫ്റ്റ് ഫുള്ളായിട്ട് മാറ്റണമെന്നില്ല, അത് നമുക്ക് ലേറ്റി കൊടുത്താൽ അത് ക്ലിയർ ചെയ്ത് കിട്ടും. അതേപോലെ തന്നെ വന്ന കേസാണ് വാൽവും ഓൾറെഡി ലീക്കായിട്ടുണ്ട്. ഓയിലില്ലാതെ ലൂബ്രിക്കേഷൻസ് നടക്കാണ്ട് വരുമ്പോൾ വാൽവ് ഗൈഡ് ഡാമേജ് വന്നു പോകും. അപ്പോൾ വാൽവ് ഗൈഡും വാൽവും കൂട്ടത്തിൽ നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ ഇത് ക്രാങ്ക് ഷാഫ്റ്റാണ് ഇരിക്കുന്ന യൂണിറ്റ്. അതിനകത്ത് കറക്റ്റായിട്ട് ആ ഭാഗം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷെയ്ക്ക് വന്നിട്ടുണ്ട്. ഇത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് കണ്ടോ. ഇത്ര ഷെയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതുമേക്ക് സിലിണ്ടറൊക്കെ കയറ്റി കഴിഞ്ഞാൽ ഈ കണക്ടറോടെ എപ്പോൾ കംപ്ലയിൻറ്റ് വരണോ അപ്പോൾ ഈ നമ്മൾ ഇതിനും ഫിറ്റ് ചെയ്യണ എല്ലാ പാർട്സുകളും വീണ്ടും ഡാമേജിലേക്ക് പോകും. അപ്പോൾ അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം റെഡിയാക്കി കയറ്റാമെന്നുള്ളതാണ്. അത് 2 രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഒന്ന് ക്രാങ്ക് ലെയ്ത്തിൽ കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം. സിലിണ്ടർ ബോർ ചെയ്തൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും ഐറ്റം കമ്പനി ഒറിജിനൽ പാർട്സ് മേടിച്ച് മാറ്റി പുതിയതായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് കംപ്ലയിൻറ്റ് വരുന്നില്ല എന്നുള്ളതാണ്. അത് നമുക്കൊരു 1 ഇയർ വാറണ്ടി, 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ വാറണ്ടിയും കിട്ടും. നേരെ മറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ടും ഈ ലെയ്ത്തിൽ കൊടുത്തിട്ട് ആ പഴയ സാധനം തന്നെ റിപ്പയർ ചെയ്തിടാം. അതിന് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ ഇവിടുന്ന് ഒരു വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നേരെ മറിച്ച് ലെയ്ത്തിൽ അവർ ആ ചെയ്യുന്ന വർക്കിന് അവർ ഗ്യാരണ്ടി പറയും. അതായത് 1 വർഷം ഓൾറെഡി അതിൻ്റെ വാറണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ കറക്റ്റാണെങ്കിൽ മാത്രമാണ് നമുക്കത് കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റും സിലിണ്ടർ ഒക്കെ മാറ്റി പുതിയത് സെറ്റ് ചെയ്തെടുക്കുക. പുതിയത് മാറ്റി സെറ്റ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ക്യാം ഷാഫ്റ്റ് നമുക്ക് ബെയറിങ് മാറ്റിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫുൾ അസംബ്ലി മാറണമെന്നില്ല. അപ്പോൾ ക്യാം ഷാഫ്റ്റിൻ്റെ 2 ബെയറിങ് മാറ്റാം. വാൽവ് ഓൾറെഡി എന്തെങ്കിലും മാറണം, വാൽവും ഗൈഡ് എന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് വരും. അത് മാറ്റി റീസെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലൊരു മെത്തേഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് കംപ്ലയിൻറ്റ് വരാതിരിക്കാനും നല്ലത് തന്നെയാണ്. പിന്നെ പീരിയോഡിക് സർവീസ് കൃത്യമായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. നമ്മളിപ്പോൾ 1 വർഷം വാറണ്ടിയിലാണ് നമ്മൾ ചെയ്യുള്ളൂ ഏത് ഇറക്കായാലും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഓയിൽ ചേഞ്ച് തുടങ്ങിയിട്ട് പീരിയോഡിക് സർവീസൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷം നമുക്ക് വാറണ്ടി കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. ഇതാണ് നിലവിലെ അവസ്ഥ. സിലിണ്ടർ നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. കണക്ടർ റോഡിൻ്റെ കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒരു തീരുമാനത്തിലെത്താം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമുക്ക് ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ചെയ്യുക. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ ഉണ്ടല്ലോ ക്ലച്ച് സൈഡ് നമ്മൾ അഴിക്കുമ്പോൾ അതിനകത്ത് ഈ ബെൽറ്റൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കണം. ഈ സൈഡൊക്കെ നോക്കുമ്പോൾ ബെൽറ്റൊക്കെ ഓൾറെഡി ഡാമേജ് ആയിട്ടാണ് നിൽക്കണേ. അതിപ്പോൾ ഇന്നിപ്പോൾ ഈ വണ്ടി ഇവിടെ വന്നില്ലെങ്കിൽ തന്നെ ഒരാഴ്ചക്കുള്ളിൽ ഉറപ്പായിട്ടും വണ്ടി ബെൽറ്റ് പൊട്ടി വഴിയിൽ പെട്ടു പോകുന്ന സിറ്റുവേഷനിലാണ്. അപ്പോൾ ബെൽറ്റ് എന്തെങ്കിലും മാറ്റിയിടണം. വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവും തമ്മിൽ ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കംപ്ലയിൻറ്റിൻ്റെ ആരംഭമാണ്. ഇപ്പം അത് മാറ്റണമെന്നില്ല. നമുക്ക് അതിന് മെയിൻ്റനൻസ് വന്നാലും നമുക്ക് ക്ലച്ച് സൈഡ് അഴിച്ചാൽ റിപ്പയർ ചെയ്യാവുന്നുള്ളൂ. അത് നമുക്ക് കറക്റ്റായിട്ട് സർവീസ് ചെയ്യുകയാണെങ്കിൽ ആ സർവീസിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് ചെയ്തു പോകാമെന്ന് പറഞ്ഞാൽ ആ പാർട്സിൻ്റെ എമൗണ്ട് മാത്രമേ നമുക്ക് അതിന് വരുള്ളൂ. പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യും. ഇത്രയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുന്ന വർക്ക്. ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം ചെയ്യുമ്പോൾ ഫുൾ എഞ്ചിൻ വർക്കായിട്ടാണ് വരാം. അപ്പോൾ അതിൻ്റെ കേസ് നോക്കിയിട്ടൊന്ന് പറയാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ട് തരാം. പിന്നെ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണം. കാർബറേറ്റർ നമുക്ക് ആ ബാക്ക് വീലിൻ്റെ ഫ്ലാപ്പ് പോയിട്ട് മൊത്തം ചെളീൻ്റെ ഉള്ളിലേക്ക് വന്നേക്കാണ്. അത് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ എയർ ഫിൽറ്റർ പ്ലഗ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് എന്തെങ്കിലും സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ഇടണം. കാരണം നമുക്ക് അതനുസരിച്ചിട്ട് വേണം നമുക്കൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനും അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നനുസരിച്ച് നമുക്ക് അതനുസരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ നീക്കാൻ. അപ്പോൾ നിലവിലിപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിന് സിലിണ്ടറൊക്കെ വേണമെങ്കിൽ ഓൾറെഡി നമുക്ക് ബുക്ക് ചെയ്തിടണം. ബുക്ക് ചെയ്താലാണ് തൊട്ടടുത്ത ദിവസങ്ങൾ. ഇപ്പോൾ ഇന്ന് ബുക്കിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ വൈകിട്ടത്തേക്ക് കിട്ടും. അതുപോലെ ബുധനാഴ്ച കൊടുത്താൽ വെള്ളിയാഴ്ച ശനിയാഴ്ചയൊക്കെ ആയിട്ടാണ് വരുള്ളൂ. അപ്പോൾ പരമാവധി നേരത്തെ തന്നെ റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ ഒന്ന് നേരത്തെ പറയുകയാണെങ്കിൽ പാർട്സ് ഓൾറെഡി നമുക്ക് ബുക്കിങ്ങിലേക്ക് വിടാം. അതല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ച് താമസം വരും കേട്ടോ. നോക്കിയിട്ടൊന്ന് കാണാം. അതല്ലെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കാണാൻ പറ്റുമെങ്കിൽ നേരിട്ട് വന്ന് കാണാം. ഓക്കെ.